1.5 ലക്ഷം കോടിയോളം രൂപ ഈ വഖഫിന്റെ പേരിൽ കിടപ്പുണ്ട്. 1.5 ലക്ഷം കോടി ഈ വഖഫ് സംരക്ഷണ റാലിക്ക് വേണ്ടി ആരിറങ്ങി? പക്ഷെ നമ്മുടെ ശരീഅത്തിനെ തകർക്കാൻ ഒരു വിഭാഗം പുറകിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം നമുക്ക് തൊപ്പി വെക്കാനോ ദാടി വെക്കാനോ ബാങ്ക് വിളിക്കാനോ ജുമുഅക്ക് ഒരുമിച്ച് കൂടാനോ പറ്റാത്ത ഒരു സാഹചര്യം വരും. അന്നേരം ഈ പരസ്പരം കടിച്ചു കീറിയ നമ്മുടെ സമുദായം അന്ന് ആക്ഷേപിക്കും അവർ, നമുക്ക് ഇതിനു വേണ്ടി ഇറങ്ങണ്ടായിരുന്നു, നമുക്ക് സമുദായത്തിന് വേണ്ടി ഇറങ്ങാമായിരുന്നു എന്നവർ ചിന്തിക്കും. നമുക്കിതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് ഈ 1.5 ലക്ഷം കോടി നമ്മുടെ ഹക്കുകാരും അഹിലുകാരും കഴിക്കേണ്ടതുമാണ് നമ്മളിൽ നിന്ന് കൈവിടാൻ പോകുന്നത്, വിട്ടുപോകാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്ത് സ്വത്തുള്ളത് 3 കൂട്ടർക്കാണ്. 1 റെയിൽവേക്ക്, ഭൂസ്വത്ത്, റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ സ്വത്ത്. 2 ഈ നാവികസേന, കരസേന, നാവികസേന, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ സ്വത്ത്. 3 വഖഫ് സ്വത്ത്. നമ്മുടെ പള്ളിക്ക് മദ്രസ പണിയാനും ഓഡിറ്റോറിയം പണിയാനും വഖഫ് സ്വത്തിൽ നിന്ന് നമുക്ക് പണം കിട്ടണം. ഓരോ ജമാഅത്തിലെ പ്രസിഡന്റുമാരും അതിന്റെ അവകാശികളെ പോയി നേരിട്ട് കണ്ടാൽ ഉസ്താദന്മാർക്ക് പെൻഷൻ അടക്കമുള്ളത് നമുക്ക് അവിടുന്ന് കിട്ടും. പിന്നെ എന്തിനാ ഈ പൈസ മുഴുവനും ഇനി അവരുടെ ആ ഒരു സ്വത്തിലേക്ക് ആവാഹിച്ച് മാറ്റിയെടുക്കാൻ പോവാണ്. അതിനെതിരെയാണ് ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. 27-28 കോടി മുസ്ലിമുകളുള്ള ഇന്ത്യ രാജ്യത്ത് എത്ര പേര് വോട്ട് ചെയ്തു, എത്ര പേര് ഒപ്പിട്ടു, എത്ര പേര് സ്കാൻ ചെയ്തു? അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി. അവസാനം മയ്യത്ത് സംസ്കരിക്കാൻ പാടില്ല, കത്തിക്കണമെന്ന നിയമം വരുമ്പോഴും നമ്മൾ മിണ്ടാതിരിക്കും. ആർക്കും ഒന്നും അതിനെ കുറിച്ച് അറിയില്ല.